ഹലോ, ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുട്ടിയുടെ ബർത്ത്ഡേ ആണ്. 3rd ബർത്ത്ഡേയാണ്. അപ്പം കേക്ക് ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചായിരുന്നു. പക്ഷേ അതിൽ വിപ്പിംഗ് ക്രീം ഒന്നും സെറ്റാക്കിയില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ തലേന്ന് രാത്രിയിലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് രാവിലെ എടുത്ത് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി വെക്കാനായിരുന്നു. ഇതിപ്പം രാത്രിയിൽ 12:30 ആയപ്പോഴാണ് ഞങ്ങൾ പരിപാടിയൊക്കെ തുടങ്ങി. അവൾ ഉറങ്ങിയപ്പോൾ ലേറ്റായി. ഞങ്ങളൊരു ഹിന്ദു സമാജത്തിൻ്റെ പ്രോഗ്രാമിന് പോയിട്ട് ശ്രീകൃഷ്ണ ജയന്തിയുടെ പ്രോഗ്രാമിന് പോയിട്ട് വന്നിട്ട് ലേറ്റായി പോയായിരുന്നു. അപ്പോൾ പിന്നെ അവളെ ഉറക്കിയിട്ട് വേണം സർപ്രൈസ് കൊടുക്കാം എന്ന് തീരുമാനിച്ചാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്തത്. അങ്ങനെ 12:30 ആയപ്പോഴാണ് നമ്മളിത് പരിപാടി തുടങ്ങിക്കഴിഞ്ഞപ്പം എങ്ങനെയാണ് എന്താണെന്നൊരു ഐഡിയ ഇല്ല. ഞാൻ ഈ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ടെമുവിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അവർക്കൊരു തീമുണ്ട്, അതിൻ്റെ ഡൈനോ തീമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തീം അവർ അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൈനോ തീം മെയിനായിട്ട് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞുട്ടിക്ക് ഡൈനോസേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ പെൺകുട്ടികൾക്കൊക്കെ ഡിസ്നി ലാൻഡും പെപ്പെ പിഗും അങ്ങനെയൊക്കെ ഇഷ്ടം. പക്ഷേ ഇവൾക്ക് സിൻഡ്രല്ലയും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇവൾക്ക് പക്ഷേ ഡൈനോസേഴ്സിനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഡൈനോസേഴ്സിൻ്റെ വീഡിയോസും അതിൻ്റെ കാർട്ടൂൺസൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഡൈനോ തീമിൽ തന്നെ ചെയ്യാമെന്ന്. അങ്ങനെ നമ്മളിങ്ങനെ ബലൂണൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൗട്ട് വരും, ഇതിനി എവിടെ വെക്കും. അങ്ങനെ നമ്മൾ വീണ്ടും ആ ഫോണിൽ ടെമുവിൽ അവർ തന്ന തീം എടുത്ത് നോക്കും, പിന്നെയും ചെയ്യും. അങ്ങനെ ആദ്യം നമുക്ക് ഈ ബലൂൺ ആർച്ച് പോലെ ചെയ്യാനായിട്ട് അവരൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു. അത് സൂപ്പറായിരുന്നു കേട്ടോ. അത് വെച്ച് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഒരു പ്രൊഫഷണൽ ലുക്കൊക്കെ വരുന്ന രീതിയിൽ, അത്രയും ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു പ്രൊഫഷണൽ ലുക്കൊക്കെ വരുന്ന രീതിയിൽ നമ്മളെയും കൊണ്ടാവുന്ന രീതിയിൽ ആദ്യമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റി. ഭയങ്കര ചീപ്പായിട്ട് സാധനം കിട്ടും. മാത്രമല്ല ഒരുപാട് നമുക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങളും ടെമുവിൽ കിട്ടാറുണ്ട് കമ്പാരിറ്റീവ്ലി. അങ്ങനെ ഈ ബലൂണെല്ലാം വീർപ്പിച്ച് ഈ ആർച്ച് അതിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ നമ്മൾ ആ തീം അനുസരിച്ച് അത് സെറ്റ് ചെയ്തു. പിന്നെ ബലൂൺ ഗ്ലൂ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. ഗ്ലൂ ആണെങ്കിൽ ഇങ്ങനെ അതിൻ്റെ മണ്ടയിൽ ഒട്ടിച്ച് വെച്ചിട്ട്, ബലൂണിൻ്റെ മണ്ടയിൽ ഒട്ടിച്ച് വെച്ചിട്ട് അത് ഭിത്തിയിലോട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ പറ്റിയിരിക്കും. അപ്പം അങ്ങനെ നമ്മളത് ചെയ്തു. അത് ചെയ്തിട്ട് പിന്നെ ബലൂണൊന്നും പൊട്ടിയൊന്നുമില്ല കേട്ടോ. നമ്മൾ വീർപ്പിച്ചപ്പോഴൊന്നും നല്ല ക്വാളിറ്റിയുള്ള ബലൂണായിരുന്നു. നമ്മൾ സാധാരണ ഈ ടെമുന്ന് വാങ്ങിക്കുമ്പോഴൊക്കെ ക്വാളിറ്റി കുറവാണെന്ന് പറഞ്ഞാലും പക്ഷേ എല്ലാം സെറ്റായിരുന്നു. 3 മണിയായപ്പം, വെളുപ്പിന് 3 മണിയായപ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്കിൻ്റെ പരിപാടി ബാക്കിയും കൂടെ ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ അതിൻ്റെ ഫൈനൽ ഒരു ടച്ചപ്പ് ചെയ്യാനായിട്ട്. അപ്പം ഡൈനോ തീമിലുള്ള കേക്ക് തന്നെയായിരുന്നു. പിന്നെ അതിൽ കുറച്ച് എൻ്റെ ടച്ചപ്പൊക്കെ ചെയ്ത് ഞാൻ എൻ്റേതായ രീതിയിലാണ് കേക്ക് ഉണ്ടാക്കി. നമ്മൾ 3:30 ആയപ്പോഴാണ് ഉറങ്ങിയത്. 6:30 ആയപ്പോൾ എഴുന്നേറ്റു. പിന്നെ കുഞ്ഞിനെ അവിടെ അമ്മ പിടിച്ച് നിർത്തിക്കുമായിരുന്നു ഓരോന്നൊക്കെ പറഞ്ഞ് കേക്കൊന്ന് ഫൈനൽ ടച്ചപ്പ് തീർക്കാൻ. പക്ഷേ അത് വർത്തായിരുന്നു. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ തീം. Happy birthday to you. Happy birthday to you. Happy birthday to dear Adi. Happy birthday to you. May good God bless you. May good God bless you. May good God bless you, Adi. Happy birthday to you. ഞങ്ങൾ പാടിയപ്പോൾ തന്നെ അവൾ ഞങ്ങളുടെ കൂടെ നിന്ന് പാടി ഡാൻസ് കളിക്കുമായിരുന്നു. അവൾക്കാണെങ്കിൽ ക്യാൻഡിൽ ഊതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അവിടെ നിന്ന് അവൾ ഓരോ ഡൈനോയുടെയും പേര് പറയുക. നമ്മൾ ഇതിൻ്റെ ഡൈനോയുടെ കളർ കണ്ടിട്ട് മഞ്ഞ കളറിലുള്ള ഡൈനോ, നീല കളറിലുള്ള ഡൈനോ എന്നൊക്കെ പറയാം. അവൾ ടീറക്സ്, ബാക്കിയോസോറസ് അങ്ങനെയൊക്കെ കുറേ പറയുന്നു. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവൾ അതെല്ലാം നോക്കി കാണുക. പിന്നെ അമ്മ ഒരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തായിരുന്നു, ചെറിയത്. ഞങ്ങളൊരു സൈക്കിൾ വാങ്ങിച്ചു. അതിന് ഈ സ്റ്റെബിലൈസർ വെച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങളത് അവിടെ വെച്ചില്ല. ചിലപ്പോൾ അവൾ കയറിയാൽ മറിഞ്ഞു വീഴും എന്ന് വിചാരിച്ചു. ഫ്രോക്കൊക്കെ ഇടിയിപ്പിച്ച് ഫോട്ടോ എടുത്തു. പിന്നെ ഞാൻ ചെറിയൊരു പിറന്നാൾ സദ്യ ഉണ്ടാക്കി, അത് കഴിച്ചു. എല്ലാം തൊട്ട് നോക്കിയിട്ട് കൊള്ളാമെന്ന് പറയുന്നുണ്ട്. ആ ഉപ്പുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അവളൊന്നും കഴിച്ചൊന്നുമില്ല. പിന്നെ സദ്യ കഴിച്ചു. പിന്നെ അവളെയും കൊണ്ട് പാർക്കിൽ പോയി കളിച്ചു. പിന്നെ അത്രേ ഉള്ളൂ, അന്നത്തെ ദിവസം കഴിഞ്ഞു.